ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്ക് വേറെ സംശയമൊന്നും ഇല്ലയെന്ന് ജയൻ പറയുവാണ് കേട്ടോ ആദർശിനോട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഓർത്ത പോലെ കരൾ താനും തന്ന പെൺകുട്ടീനെ ഓർത്തല്ലായിരുന്നു അയാളുടെ വിഷമം, നിന്നെക്കുറിച്ച് ഓർത്തിട്ടാ. എന്തായാലും അത് നന്നായി, നിൻ്റെ കാര്യവും നടന്നു, നയനമോള് വീട്ടിലോട്ട് വരികയും ചെയ്തു. എന്തായാലും ഇനിയിപ്പം എല്ലാം പഴയതുപോലെ ആയാൽ മതിയായിരുന്നു. അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഇതിൽ പേരെ സന്തോഷം വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് നയന നേരെ ചെല്ലുന്ന നവ്യനെ കാണാൻ കേട്ടോ. നവ്യ കാണുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, നിൻ്റെ അമ്മയമ്മ ഒന്നും വിളിക്കാതെ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും നയന നവ്യയോട് പറയുകയാണ് കേട്ടോ, എന്തായിരിക്കും സംഭവിച്ചത്, അത് തന്നെ സംഭവിച്ചു. ആദർശേട്ടനെ ഓർത്ത് മാത്രമേ ഒന്ന് വിളിച്ചേ, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ഇനി കരൾ കൊടുത്തെങ്ങാനും അമ്മായി അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കും. അതൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല. പിന്നെ ആദർശേട്ടനെയും അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ വാശി കൊണ്ട് മാത്രം കൂട്ടിക്കൊണ്ട് വന്ന എന്നിങ്ങനെ പറയാം കേട്ടോ. അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ ജലജ വരുവാണ്. ജലജ വന്നിട്ട് പറയുകയാണ്, ഇടത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലെ അടുക്കളപ്പണിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ നീ വലിയ കൂടുതൽ അഹങ്കരിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന നവിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. നവ്യ പറയാണ്, എന്നാര് പറഞ്ഞു, ഇനി ഇവക്കുള്ളതും കൂടെ നിങ്ങൾ വെച്ച് വിളമ്പണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജലജയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. ജലജ ചോദിക്കണം, അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്, നിൻ്റെ കാര്യം ഞാൻ ചെയ്യുന്നില്ലേ, ഇവളുടെ ആണെങ്കിൽ ഇവളുടെ അമ്മായിയമ്മയോട് പറ. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ കാര്യം തന്നെ ചെയ്തോളാം, ഇവിടെ ഉള്ളവരുടെ കാര്യവും ചെയ്തോളാം, ഇനി അതിനുവേണ്ടി കൂടുതൽ ഇവിടെ തർക്കമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നയന എവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, വയറ് നിറച്ച് കിട്ടിയാലോ, ഇനി നിങ്ങൾക്കും പൊക്കൂടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന അഭി ചോദിക്കും, ഞാനങ്ങോട്ട് പോകാനാ, ഇതെൻ്റെ മുറിയും കൂടെ അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, അല്ല നിന്നെയല്ല പറഞ്ഞ്, നിന്നെ വളർത്തി ഇത്രയും വഷളാക്കിയ നിൻ്റെ അമ്മയോടാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അതേ സമയത്ത് ജലജ പറയാണ്, നിനക്കൊക്കെ ഓരോന്ന് വെച്ച് വിളമ്പി തരുന്നതിൻ്റെ ഞാൻ ഈ കേൾക്കേണ്ട വരുന്നേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അതിന് നിങ്ങളെ നിങ്ങളുടെ മോനും കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ, അത്ര പോലും എനിക്ക് നിങ്ങളെ രണ്ടിനെയും വിശ്വാസമില്ല എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ജലജയും ജാനകിയും കൂടെ അടുക്കളയിൽ ചെല്ലുമ്പോഴേക്കും ദേവേനെ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇടത്തേക്ക് വയ്യാതെ കയറുന്നേ, മരുമോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇടത്തിനെ അവക്കൂടെ വെച്ച് വിളമ്പി കൊടുക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് ദേവേനെ പറയുന്നുണ്ട്, എനിക്കൊരു പഴയ ദേവേനയായിട്ട് ഇനി മാറാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, നീ ഓർക്കുന്നില്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന സമയത്ത് അമ്മയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീട്ടിലെ മൂത്ത മരുമോളെന്ന നിലയ്ക്ക് എനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ ഒരിക്കലും എനിക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് കള്ളം പറയും കേട്ടോ. അപ്പോഴും ജലജയും ജാനകിയും പറയുന്നുണ്ട്, പിന്നെ അവൾ ചുമ്മാ ഇരിക്കുകയല്ലേ, ഇടത്ത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേട്ട് നയനെ ഓടി വരുവാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മേ അവിടെ വെക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തോളുകയല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാം, ഞാനാണ് ഇവിടുത്തെ മൂത്ത മരുമോൾ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ജാനകിയും ജലജയും കൂടെ നയനെ കുത്തി പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് വിഷമമാവുകയാണ് കേട്ടോ. അവരെന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ദേവേനയുടെ അടുത്ത് ചെന്നിട്ട് നയന ചോദിക്കുകയാണ്, എന്തിനമ്മേ എല്ലാവരെയും കൊണ്ട് എന്നെ പറയുന്നത്, ഞാനിതൊക്കെ ചെയ്തോളാം, ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ദേവേന പറയുന്നുണ്ട്, നിന്നോടല്ലേ വേണ്ടാന്ന് പറഞ്ഞേ. അപ്പോഴേക്കും നയന പറയാണ്, അമ്മ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കാനാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുക എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവേനി പെട്ടെന്നൊന്ന് ഞെട്ടി ആകെ വിഷമിക്കുവാണ്. എന്നിട്ട് പറയാം, വീട്ടിലോട്ട് പോകാനോ, അതിനാണോ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേ, എന്നിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്ന രീതിയിൽ പറയുവാണ് കേട്ടോ. അല്ല, നീ പോകുന്നതിപ്പം ഇവിടെയുള്ള എല്ലാവരെയും എൻ്റെ നേരെ തിരിക്കാനായിരിക്കും അല്ലേ, അപ്പം എൻ്റെ മകനും അച്ഛനും ചേട്ടനൊക്കെ എനിക്കെതിരെ ആവുമല്ലോ, അത് കണ്ട് സന്തോഷിക്കാനായിരിക്കും. നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, അതും കൂടെ ഞാൻ ഉണ്ടാക്കി തന്നോളാം, പോകാൻ നോക്കി ഇവിടെ നിന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയണേ, അമ്മയ്ക്ക് എന്നോട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ അമ്മ തന്നെ ഇപ്പം അടുക്കളയിൽ കയറിയത്, അന്ന് പാലിൽ വിഷം ചേർത്തത് ഞാനാന്നുള്ളത് കൊണ്ടാണോ എന്നിങ്ങനെ ചോദിച്ചാൽ ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോവാം കേട്ടോ. നയന പോയി കഴിയുമ്പോൾ ദേവേനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നീ എൻ്റെ മകളല്ലേ, ഇനി ഞാൻ നിനക്ക് വെച്ച് വിളമ്പി തരണ്ടേ, വേറെ ആരും വെച്ച് വിളമ്പി തരാനാ, നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനല്ല ഞാൻ കൊണ്ടുവന്ന്, നീ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് ചിന്തിച്ച് നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനാമികനെയാണ്. അനാമിക ജലജയോടും ദേവേനയോടും, ഇങ്ങനൊരു മാറ്റം വല്യമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഓർത്തില്ല, എന്ത് കഷ്ടകാലത്താണോ ഞാൻ അനീനെ വിവാഹം കഴിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് ജലജ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയത് മോളുടെ അച്ഛൻ്റെ ആൾക്കാരാന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അനാമിക ഒന്ന് ഞെട്ടിയിട്ട് പറയുകയാണ്, ഞങ്ങളൊന്നും അല്ല, അതിൻ്റെ ആവശ്യം എനിക്ക് എന്താ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ആണേലും കുഴപ്പമൊന്നുമില്ല മോളെ, അവൾക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അത് കഴിയുമ്പോൾ ജാനകി പറയുന്നുണ്ട്,
എന്തായാലും മോളും സമാധാനപ്പെട്. ഇവിടെ വേറെ ആരെയും സപ്പോർട്ട് നമുക്കുണ്ടാവുകയില്ല. പക്ഷെ നീ അനിയുടെ കൂടെ നിന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് മാറ്റിയെടുത്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ആ നയന എന്ന് പറയുന്നവൾ ഇനി ഉപദേശവും കൂടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദർശിൻ്റെ വാക്കിനപ്പുറേ ഒന്നും കേൾക്കാത്ത സ്വഭാവമാണ് അനിയുടെ പണ്ടേ. ഇനി ഇതും കൂടെ ആകുമ്പോൾ പൂർത്തിയാകും. മോള് അങ്ങനെ തോറ്റ് ഇവിടുന്ന് പിന്മാറാൻ ഞാൻ സമ്മതിക്കില്ല. മോളുടെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതീനെയാണ്. രേവതി വന്ന് വേണുവിനോട് അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും വേണു പറയാണ്, ചിലപ്പോൾ ശരിയായിരിക്കും. അവരുടെ കെട്ടിയവനും മകനും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ പോയി വിളിച്ചുകൊണ്ട് വന്നത്. അതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നിൻ്റെ മകൾക്ക് ബുദ്ധിയില്ല. എങ്ങനെയും അവളോട് പറഞ്ഞ് അനിയനെ എങ്ങനെയും ഒന്ന് വശത്താക്കി കിട്ടാനുള്ളതൊക്കെ മേടിച്ച് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചാടാനുള്ളത് നീ മര്യാദയ്ക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശ് ജ്വല്ലറിയിലോട്ട് സ്വീറ്റ്സൊക്കെ ആയിട്ട് ചെല്ലുവാണ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുവാണ്. ആ സമയത്ത് അവിടുത്തെ ഡിസൈനർ ചോദിക്കുവാണ്, എന്താ സാർ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വിശേഷമുണ്ട്. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന വിശേഷമല്ല. നയനേനെ അമ്മ കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. അത് തന്നെ ഒരു വലിയ വാർത്തയാണ് എൻ്റെ ജീവിതത്തിൽ. ഇത് കേൾക്കുന്ന മാനേജർ പറയുകയാണ്, അത് ശരിയാ, മാഡത്തെ പോലെ ഇത്രയും കഴിവുള്ളൊരു ഡിസൈനർ ഈ കമ്പനിയിൽ ഉണ്ടായിട്ടേ ഇല്ല. സത്യത്തിൽ ഇവിടെ ചീഫായിട്ട് കൊണ്ട് ഇരുത്തണ്ടെന്ന് പറയുമ്പോഴേക്കും പഴയ ഡിസൈനർ പറയുന്നുണ്ട്, അത് ശരിയാ, ഞാൻ സാറിനോട് സൂചിപ്പിച്ചതല്ലേ. അപ്പോഴേക്കും ഇതെല്ലാം കേട്ട ആദർശ് പറയുകയാണ്, അതും അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഞാനായിട്ടൊന്നും പറയില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ നാവ് പൊന്നാവട്ടെ, നമുക്കിവിടെ ഒന്ന് ജോലി ചെയ്യാനൊരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിഞ്ഞ് അവരെല്ലാം അവിടെ സന്തോഷമായിട്ട് നിൽക്കുവാണ്. അതേസമയത്ത് നയന വരച്ച ഡിസൈനൊക്കെ ഇങ്ങനെ നോക്കി എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.